അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് ആകുന്നു, പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും വെളിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസാക്ഷികളും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ ആശിക്കുന്നു. മൂടല്ലേ ഒരാൾ പത്രകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കൊളുത്ത് സൈഡിൽ കൊളുത്തുകളിട്ട് അതൊക്കെ കേട്ടോ, അതൊക്കെ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യം. നിലത്തിലെ പൊടിയിൽ നിന്ന് നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്കും പ്രകാശിക്കും. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിൽ മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പകൽവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ 69 വർഷക്കാലം ഈ ഭൂമിയിൽ പാർത്ത് അത് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ സമയമായപ്പോൾ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു ചേർത്തല്ലോ. ശുശ്രൂഷകളുടെ മേലൊക്കെയും ദൈവ സാന്നിധ്യം പകർന്ന് ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കടന്നു വന്ന ദൈവമക്കൾക്കായി സ്തോത്രം. പ്രിയ മാതാവിനെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ആശ്വസിപ്പിക്കണമേ. സഹോദരങ്ങളെ ദൈവം ആശ്വസിപ്പിക്കണമേ. ബന്ധുമിത്രാദികളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ. ഇത്രത്തോളം ഞങ്ങൾക്ക് കാലാവസ്ഥയൊക്കെ അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഈ വാത്സല്യ തലമുറയ്ക്ക് പ്രിയപ്പെട്ടവരോടും ഈ ദുഃഖത്തിലായിരിക്കും കുടുംബാംഗങ്ങളോടും ഇന്നും എന്നും കർത്താവിൻ്റെ രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് മഹത്വം. കർത്താവായ യേശുവേ, ഇനി എല്ലാവർക്കും താഴോട്ട് ഇറങ്ങാം. ഇത് എടുത്ത് വെക്കാൻ കഴിവുള്ള 4 പേര് മതി. ബാക്കി എല്ലാവരും ഇറങ്ങി താഴെ പോയി കാപ്പി കുടിക്കും.